കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ACP സജു കെ എബ്രഹാമാണ് ഏഴംഗ അന്വേഷണ സംഘത്തിന്റെ തലവൻ. നേരത്തെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞു. ദീപക് ധർമ്മടം ചേരുന്നു കോഴിക്കോട് വിവരങ്ങളുമായി. ദീപക്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ മറ്റു വിശദാംശങ്ങൾ ഈ കേസിന്റെ. ഗുഡ് മോർണിംഗ് അഗൈൻ SKN. ഈ കേസിൽ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പോലീസ് തുടക്കത്തിൽ ഉഴപ്പി കൃത്യമായ കൃത്യവിലോപം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് തന്നെയാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ കേസ് കൈകാര്യം ചെയ്ത മുഴുവൻ ഉദ്യോഗസ്ഥരെയും ചുമതലയിൽ നിന്ന് മാറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു. ആ ഉത്തരവ് പ്രകാരം ഫറൂഖ് ACPക്കാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രത്യേക അന്വേഷണ സംഘ തലവൻ. സാജു കെ എബ്രഹാം ACP ആണ് അന്വേഷണ സംഘ തലവൻ. ഇതുകൂടാതെ പന്ന്യങ്കര IP രഞ്ജിത്ത് രാമേന്ദ്രനും അന്വേഷണ സംഘത്തിലുണ്ട്. ഏഴംഗ പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് രൂപം നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ കേസ് നേരത്തെ ആദ്യം തുടക്കത്തിൽ അന്വേഷിച്ച സ്ഥലം SHO ആയ, അതായത് പന്തീരങ്കാവ് SHO IP ആയ AS സരിനെ പൂർണ്ണമായും ഈ കേസിൻ്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ കേസിൻ്റെ നേരത്തെ ചുമതല വഹിച്ച SI ഉൾപ്പെടെയുള്ളവരെ മാറ്റിയിരിക്കുന്നു. ഏഴംഗ പ്രത്യേക അന്വേഷണ സംഘം ACPയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്നു. ACPയുടെ നേതൃത്വത്തിൽ ഈ കുട്ടിയുടെ മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇനി കടക്കുമെന്നുള്ളതാണ്. ഈ ഇരയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് ADGP MR അജിത് കുമാറാണ് ഈ അന്വേഷണ സംഘത്തെ മാറ്റാനും ഉന്നതതല അന്വേഷണത്തിനും നിർദ്ദേശം നൽകിയത്. സമാന്തരമായി മറ്റൊരു കാര്യം കൂടി, പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ അന്വേഷിക്കുകയും ചെയ്യും. SKN ഏതായാലും ഏഴംഗ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നു പോലീസ്. താങ്ക് യു ദീപക് ധർമ്മടം.